നമസ്കാരം, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടി ക്ലാസ് ആണ്. കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധമായിട്ടുള്ള ഫാക്റ്റുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും. അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ചോദ്യം വരാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ the first question, which legislation established the Food Safety and Standards Authority of India അഥവാ FSSAI? അപ്പോൾ FSSAI ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് FSSAI പഠിച്ചു. സോ ഓപ്ഷൻ എ, ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് 1937. ഓപ്ഷൻ ബി, the Prevention of Food Adulteration Act 1954. Option C, Food Safety and Standards Act 2006. Option D, the Essential Commodities Act 1955. അപ്പോൾ ഇതെല്ലാം ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകളാണ് അല്ലേ. ഇതിൽ ഏത് ആക്റ്റാണ് നമ്മളുടെ FSSAI റെഗുലേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? The Food Safety and Standards Act 2006. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ലെജിസ്ലേഷൻ വഴി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ് നമ്മളുടെ FSSAI എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഭക്ഷ്യവസ്തുവും ആയിക്കോട്ടെ അതിന്റെ ക്വാളിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് FSSAI സർട്ടിഫിക്കേഷൻ അല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് തുടങ്ങുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താണ്, ഒരു FSSAI ലൈസൻസ് ആവശ്യമാണ് അല്ലേ. അപ്പൊ അത് ഇപ്പോ ഒരു ഫുഡ് കൊമോഡിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ഡയറി പ്രോഡക്റ്റ് ആയിക്കോട്ടെ, മീറ്റ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അപ്പോൾ അതിന്റെ ക്വാളിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അതിനകത്തുള്ള മറ്റു പാരാമീറ്റേഴ്സ്, ഇപ്പം എന്താ പറയുന്നത്, എന്തെങ്കിലും അഡൾട്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ ആഡഡ് കളർ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതിനകത്ത് ഇപ്പം മിൽക്ക് ആയിക്കോട്ടെ, അതിന് ഇത്ര ഫാറ്റ് വേണം, ഇത്ര SNF വേണം, അതിനനുസരിച്ചാണ് ഓരോ പ്രോഡക്റ്റുകൾ, അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ, ഹോമോജനൈസേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളുകൾ, അതിന്റെ ടെസ്റ്റിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സ്, ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? FSSAI ആണല്ലേ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ അംഗീകൃതമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് FSSAI റെഗുലേഷൻസ് ആണ് ഭക്ഷ്യവസ്തുക്കളുടെ കേസിൽ. അപ്പോൾ FSSAI റെഗുലേഷൻ എന്തിന്റെ ഇതിലാണ് വരുന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഇനി ഇതിനൊരു അമെൻമെന്റ് വന്നിരുന്നു. ഏത് വർഷമാണ്? 2011ലാണ്. 2011 ഒരു അമെൻമെന്റ് കൂടെ വന്നിരുന്നു. ഇനി ഓപ്ഷൻ എ നോക്കിക്കേ, ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് 1937. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ? നമ്മളുടെ അക്മാർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്മാർക്ക് സർട്ടിഫിക്കേഷൻ അറിയാമല്ലോ. അപ്പൊ അക്മാർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ കൂടി നിങ്ങൾ പഠിച്ചു പോകണം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ രീതിയിൽ ചോദിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിലിരിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലുണ്ടാവട്ടെ. സോ നമ്മളിനി ഈ FSSAI കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറയാൻ പോവുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കാം വരുന്നത്. ഓക്കെ, അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു 4 ഓപ്ഷനുകളിലുള്ള കാര്യങ്ങളുടെ ആധികാരികത നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്, ഏത് വർഷം തൊട്ടാണ് വന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അത് FSSAI കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഓർഡർ അല്ലെങ്കിൽ BSI, അക്മാർക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ട് ഇത് എന്താണ് സംഭവം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കുറച്ച് ഹൈ ലെവലിലുള്ള ചോദ്യമാണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ട് പോകണം. ഓക്കെ, സോ Food Safety and Standards Authority of India is a statutory autonomous body established under Food Safety and Standards Act 2006. അപ്പോൾ എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണോമസ് ബോഡിയാണ്. സോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FSSAI എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഓട്ടോണോമസ് ബോഡിയാണ്, എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ FSSAI ആക്ട് 2006. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട
ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഓട്ടോണമസ് ബോഡിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പം എന്താണ് അഗ്രികൾച്ചറൽ മിനിസ്ട്രി എന്നോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഡയറി മിനിസ്ട്രി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. എല്ലാം ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷേ നമ്മൾ ഓർക്കണം, FSSAI വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ്. It serves as an apex regulatory body for the food safety in India. അപ്പോൾ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇവരുടെ റൂൾസ് റെഗുലേഷൻസ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച്, ഇപ്പം ഇത്ര ഹെവി മെറ്റൽ ആകാം, അതിൽ കൂടുതലായി കൂടാ, അല്ലെങ്കിൽ ഇന്നതാണ് അലൗഡ് ആയിട്ടുള്ള ഫുഡ് കളേഴ്സ്, അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റി ചെക്കുകൾ വേണം, ഇന്ന കെമിക്കൽ ടെസ്റ്റുകളിലൂടെയാണ് മിൽക്കിന്റെ ക്വാളിറ്റി നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഇപ്പൊ യൂറിയയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ടെസ്റ്റുകളുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരുടെ റെഗുലേഷൻസിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് മിൽക്കിന്റെ കേസിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ഫുഡ് പ്രൊഡക്റ്റിന്റെ കേസിലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ട്, അല്ലെങ്കിൽ എല്ലാം തീരുമാനിക്കുന്ന ഒരു അതോറിറ്റി ആയിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. So, FSSAI was created to consolidate various food-related laws into a single unified regulatory framework. അപ്പൊ എന്താണ് പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് പലതരത്തിലുള്ള റൂളുകൾ ഉണ്ടായിരുന്നു, ഓരോ ഫുഡ് പ്രൊഡക്റ്റിന് പല റൂളുകൾ. അപ്പൊ ഇത് പല ഇതിനും എന്താണ് ഒരു മെസ്സി ഫീൽ ആയിരിക്കും, എല്ലാം കൂടെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ ഇപ്പോൾ ഒരു യൂണിഫൈഡ്, ഒരു കുടക്കീഴിൽ എന്ന രീതിക്ക് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ് നമ്മളുടെ ഫുഡ് സേഫ്റ്റി ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് വരുന്നത്. അതെങ്ങനെയാണ്? എല്ലാം എല്ലാത്തിനും ടോപ്പിൽ, അല്ലെങ്കിൽ എല്ലാ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ അക്മാർക്ക്, മുൻപൊക്കെ അക്മാർക്കിന് ചില സർട്ടിഫിക്കേഷൻസ് ചിലതിന് മാൻഡേറ്ററി ആണ്, ചിലതിന് വോളണ്ടറി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പറയപ്പെടുന്ന എന്താണ്? ഈ FSSAI സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ FSSAI ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഈ മറ്റ് ഇപ്പൊ BSIയോ അക്മാർക്കോ അതിനൊക്കെ പകരമായിട്ട് ഈ FSSAI ലൈസൻസ് ഉണ്ടെങ്കിൽ അത് അംഗീകൃതമാണ്. ഓക്കെ, സോ ഇതൊരു അപ്പെക്സ് ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവര് ഒരു ഫുഡ് റിലേറ്റഡ് ലോസിന് ഒരു സിംഗിൾ യൂണിഫൈഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിന് കീഴിലാക്കി, ഒരു സിംഗിൾ യൂണിഫൈഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിന് കീഴിലാക്കിയിട്ടാണ് ഈ FSSAI പ്രവർത്തിക്കുന്നത്. ആൻഡ് FSSAI ഹാസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. ഇതും കൂടെ ഓർക്കണം. ഇതൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ചോദ്യമായിട്ട് വരാം. ഒന്ന് മിനിസ്ട്രി ഏതാണെന്നുള്ളത് ഡയറക്റ്റ് ചോദ്യമായിട്ട് വരാം. ഏത് അതോറിറ്റിയാണ് അല്ലെങ്കിൽ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 കീഴിലാണ് വരുന്നത്. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇങ്ങനത്തെ പോയിന്റുകൾ ഡയറക്റ്റ്ലി ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യവുമായിട്ടും ചോദിക്കാം. ഓക്കെ, പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു കറണ്ട് അഫയർ ആണ്. ഹൂ ഈസ് ദ കറന്റ് ചെയർപേഴ്സൺ ഓഫ് FSSAI? അപ്പൊ FSSAIയുടെ നിലവിലുള്ള ചെയർമാൻ ആരാണ്, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണ്? പുണ്യ സലില ശ്രീവാസ്തവയാണ്. പുണ്യ സലില ശ്രീവാസ്തവ. ഓക്കെ, പേര് ഓർത്തിരിക്കുക, പുണ്യ സലില ശ്രീവാസ്തവ. അപ്പൊ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ വരുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 കീഴിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. എന്താണ്? ഇന്ത്യയിലെ എല്ലാ ഫുഡ് സേഫ്റ്റി ലോസിനെയും കൂടെ യൂണിഫൈഡ് ആയിട്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് FSSAI നിലകൊള്ളുന്നു. അതുപോലെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. നിലവിലെ FSSAI ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പുണ്യ സലില ശ്രീവാസ്തവയാണ്. ആരാണ്? പുണ്യ സലില ശ്രീവാസ്തവയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ മനസ്സിലുണ്ടാവണം കേട്ടോ. സോ എന്താണ് ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ്? എന്തിനു വേണ്ടിയിട്ടാണ് FSSAI നിലകൊള്ളുന്നത്? എന്താണ് അതിന്റെ ഗോൾസ് എന്നൊക്കെ നോക്കാം. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫുഡ് ആർട്ടിക്കിൾസ് ടു എൻഷുർ ദേ ആർ സേഫ് ആൻഡ് ഹോൾസം ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. അപ്പൊ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് പെട്ടെന്ന് കണ്ടാമിനേഷൻ സംഭവിക്കാം. അതുപോലെ അതിന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ ഹെൽത്തിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ കൺസപ്ഷന് യോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കുറെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു 2 ആഴ്ച പഴകിയ മീറ്റ് വാങ്ങിച്ചു. ഓക്കെ, അപ്പം അതുമൂലം എന്താണ്
ഇപ്പം വലിയ രീതിയിലുള്ള ലീതലായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അല്ലെങ്കിൽ പഴകിയ പാല് കൊണ്ട് ഇപ്പൊ ഷെയ്ക്ക് അടിച്ചു കുടിച്ചു, ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ഇതിനൊക്കെ റെഗുലർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണം. ഇതിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെന്ന് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് ഇന്ന നിലവാരത്തിലുള്ളത് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഉള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, അത് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളായിരിക്കണം. ഓക്കെ, അപ്പം അതായത് ഇപ്പം ഇപ്പം നമ്മൾ പറയത്തില്ലേ MBRT ടെസ്റ്റ് ചെയ്തു, മൈക്രോബിയൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ എന്താണ് സൊമാറ്റിക് സെൽ കൗണ്ട് അല്ലെങ്കിൽ മൈക്രോബിയൽ കൗണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്ര ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കണ്ടാമിനേഷൻ വരാം, അത് ഹ്യൂമൻ കൺസപ്ഷൻ നല്ലതല്ല എന്നൊക്കെ പറയും പാലിന്റെ കേസിൽ അല്ലെ. മൈക്രോബ്സ് കൂടുതലാണെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അപ്പൊ അങ്ങനത്തെ അതിനൊക്കെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് സെറ്റിംഗിൽ വരുന്നത്. പിന്നെ റെഗുലേഷൻസ്, റെഗുലേറ്റിംഗ് ദ മാനുഫാക്ചർ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ദ ഫുഡ് പ്രൊഡക്ട്സ്. അപ്പൊ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല അതിന്റെ സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ്, ഇമ്പോർട്ട്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും എന്താണ് റെഗുലേറ്ററി മെഷേഴ്സ് വെച്ചിട്ടുണ്ട്. ആര്? FSSAI. ഇനി നോക്കിക്കേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുന്നു ഇവര്? കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊമോട്ടിംഗ് പബ്ലിക് ഹെൽത്ത് ബൈ എൻഷുറിംഗ് ദ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഫുഡ്, ദെയർ ബൈ ഫോസ്റ്ററിംഗ് കൺസ്യൂമർ കോൺഫിഡൻസ്. ഇപ്പൊ കൺസ്യൂമേഴ്സ് ഒരു ബ്രാൻഡിനെ വിശ്വസിക്കുകയാണ്. ഇപ്പൊ മിൽമയുടെ പാല് വാങ്ങിച്ചു, ഒക്കെ വിശ്വസിച്ച് കുടിക്കാം. അവർക്ക് ആ വിശ്വാസ്യത എങ്ങനെയാണ് ഉണ്ടായത്? അതിന്റെ ക്വാളിറ്റി അത്രയും എൻഷുർഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, അതിന്റെ സേഫ്റ്റി, അത് കഴിച്ചാൽ പ്രശ്നം വരില്ല, ഇത് മറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാരാമീറ്റേഴ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, അതിന്റെ ഓരോ ഘട്ടത്തിലും ഇന്ന പാരാമീറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇപ്പം പാസ്ചറൈസേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഉറപ്പിന്റെ പേരിലാണല്ലേ. അപ്പൊ ആ കൺസ്യൂമറിന് വിശ്വാസം വരണം. അപ്പൊ അങ്ങനത്തെ വിശ്വാസ്യതയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പബ്ലിക് ഹെൽത്തിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെ അതിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്തിക്കൊണ്ട് പബ്ലിക് ഹെൽത്തിന് ഒരു ദോഷവും വരാത്ത രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ആര് നിലകൊള്ളുന്നു? FSSAI നിലകൊള്ളുന്നു. ഇനി നോക്കിക്കേ, പോളിസി അഡ്വൈസ്. പോളിസി അഡ്വൈസ് ഇവർ എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രൊവൈഡിംഗ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് സപ്പോർട്ട് ബോത്ത് ഫോർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് ന്യൂട്രീഷൻ. അപ്പോ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് വേണമെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാൻ, എങ്ങനത്തെ അഡ്വൈസ്? ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ബാധ്യസ്ഥരാണെങ്കിൽ പോളിസി അഡ്വൈസ്, ഇത് ഇങ്ങനെ ചെയ്താൽ നല്ലതാണോ എന്നൊക്കെയുള്ള ഒരു അഡ്വൈസ് കൊടുക്കാനും ഒക്കെ അത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതിനും ആർക്ക് സാധിക്കും? FSSAIക്ക് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. അതുപോലെ ഇതിന്റെ സിമ്പല് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓർക്കുക, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അതുപോലെ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? ന്യൂഡൽഹി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണേ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following is responsible for the enforcement of Food Safety and Standards Act at the state level? അപ്പൊ സ്റ്റേറ്റ് ലെവലിൽ, അതായത് നമുക്കറിയാം FSSAI എന്ന് പറയുന്ന ഹോൾ ഇന്ത്യ ആണ്, ഇതിന്റെ സ്റ്റേറ്റ് ലെവലിൽ ഇതിന്റെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവകാശമുള്ള അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആരുടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ FSSAI സെൻട്രൽ ഓഫീസ്, ഓപ്ഷൻ ബി ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഓപ്ഷൻ സി ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി മുനിസിപ്പൽ കോർപ്പറേഷൻ. ആരാണ്? ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിന്റെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കാണ് എന്തിന്റെ റെസ്പോൺസിബിലിറ്റി? ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട്. ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? കമ്മീഷണറിനാണ്, ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനാണ്, ഒരു സംസ്ഥാനത്തിന്റെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനാണ്. അപ്പൊ ഇങ്ങനെയും ഒക്കെ ചോദ്യങ്ങൾ വരാം കേട്ടോ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ, അതായത് മൊഡ്യൂൾ 5 എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതൊക്കെ പറഞ്ഞു പോകും. ഓക്കെ, so let's move on to the next question. Why is HACCP considered as a preventive rather than a reactive system? എന്തുകൊണ്ടാണ് HACCP ഒരു പ്രിവെന്റീവ് സിസ്റ്റം ആയിട്ട് പറയുന്നത്? സോ HACCP എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ആൻസേഴ്സ് നോക്കിയിട്ട് HACCP ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ, it relies entirely on checking the finished products for defects. Option B, it identifies potential hazards during the production process to prevent them from occurring, and it relies on the customer complaints to identify the issues. And option D, it only involves government inspections after an outbreak occurs. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഐഡന്റിഫൈസ് പൊട്ടൻഷ്യൽ ഹസാർഡ്സ്
during the production process to prevent them from occurring. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാമെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ തടയാമെന്നതിനെ പറ്റി ഒരു വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് ആ പ്രശ്നത്തെ വരാതെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ലക്ഷ്യമാണ് ആർക്കുള്ളത്? HACCPക്ക് ഉള്ളത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് HACCP എന്താണെന്ന് പറഞ്ഞു പോകും. ഓക്കെ, സോ വാട്ട് ഈസ് കോൾഡ് HACCP? Hazard analysis and critical control point. Okay, hazard analysis and critical control point. ഇതാണ് HACCP. കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇതിന്റെ അബ്രിവേഷൻ ഓർത്തിരിക്കുക. HACCP മീൻസ് ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രിവെന്റീവ് അപ്രോച്ച്. എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് അപ്രോച്ച് ആണ് to food safety that addresses biological, chemical and physical hazards. അപ്പോൾ എങ്ങനെയുള്ള ഹസാർഡുകളെയാണ് ഇവർ അഡ്രസ് ചെയ്യുന്നത്? ഫിസിക്കൽ ആയിട്ടുള്ള, കെമിക്കൽ ആയിട്ടുള്ള, ബയോളജിക്കൽ ആയിട്ടുള്ള ഹസാർഡുകളെയാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാകും അല്ലെ? ഫുഡ് ബോൺ ഇൽനെസ് ഒക്കെ ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പൊ സാൽമണല്ല അല്ലെങ്കിൽ ഈക്കോളൈ, അങ്ങനെ കുറെ പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലേ? ഇപ്പം ആന്ത്രാക്സ് കോസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ബ്രൂസെല്ലോസിസ്, അപ്പൊ അങ്ങനെ കുറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ എന്തെങ്കിലും പാലിലോ ഒക്കെ എന്തെങ്കിലും ഒക്കെ സ്പോറുകൾ കാണാം. അല്ലെങ്കിൽ ഇപ്പൊ മീറ്റിലൊക്കെ സാൽമണല്ലയുടെ ഗ്രോത്ത് കാണാം. ഇങ്ങനെ പല മൈക്രോ ഓർഗാനിസംസും വരുന്നുണ്ട്. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതാണ് ബയോളജിക്കൽ ഹസാർഡിൽ വരുന്നത്. ഇനി കെമിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മളിപ്പം ഒരു വസ്തു ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ഒക്കെ കൃഷി ചെയ്യാന്ന് വെച്ചോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ ഒക്കെ ഉപയോഗിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ റിമൈനിങ്സ് അല്ലെങ്കിൽ റെസിഡ്യൂസ് നമ്മളുടെ ഭക്ഷ്യവസ്തുവിലേക്ക് കലരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് മഴ പെയ്യുമ്പോൾ എന്താണ് ഒലിച്ചു പോയി എന്താണ് നമ്മളുടെ വാട്ടർ ബോഡീസിനെയൊക്കെ ഹാം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് ഭക്ഷിക്കുമ്പോൾ അതുമൂലം നമുക്ക് എന്താണ് ഈ പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ റെസിഡ്യൂസ് ഉള്ളിൽ പോകാനും അതുവഴി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട് അല്ലെ? ഇനി എന്താണ്? മൂന്നാമത്തത് ഫിസിക്കൽ ഹസാർഡ്സ്. അതുകൂടാതെ കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും അലൗഡ് അല്ലാത്ത ഫുഡ് കളർ, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഇനി ഫിസിക്കൽ ഹസാർഡ്സ്. ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കല്ലോ മണ്ണോ ഗ്ലാസിന്റെ പീസോ അല്ലെങ്കിൽ ഇപ്പം മീറ്റൊക്കെ കട്ട് ചെയ്യുമ്പം അതിന്റെ ബോൺ പീസസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്തിൽ വരും? ഫിസിക്കൽ ഹസാർഡ്സിന്റെ കേസിൽ വരും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യും, ഇങ്ങനത്തെ ഹസാർഡ്സിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് എന്ത്? ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ പ്രിവെന്റീവ് സിസ്റ്റം. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു പ്രിവെന്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്? ഡിസൈൻഡ് ടു ഐഡന്റിഫൈ ആൻഡ് കൺട്രോൾ ദ ഹസാർഡ്സ് during the production process rather than relying on the final product testing. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായി അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എടുത്തത് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഫുൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കുറെ പൈസ ചിലവാക്കിയിട്ടുണ്ടാകും. അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, പാക്കേജിന് വേണ്ടി അങ്ങനെ കുറെ പൈസ ചിലവാക്കിയിട്ടുണ്ടാകും. അപ്പൊ ഈ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഇന്ന ഹസാർഡ്സ് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി, ഉണ്ടായേക്കാം ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് മനസ്സിലാക്കി, അതിനെ ഏതൊക്കെ രീതിയിൽ തടയാമെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ടാണ് ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു പ്രിവെന്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കും. ഓക്കെ, സോ it is universally recognized as the golden standard for ensuring the food safety across the entire supply chain. അപ്പോൾ എന്താണ്? ഇതൊരു യൂണിവേഴ്സലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാം ലോകത്തിലെ മൊത്തത്തിലുള്ള എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ്, എല്ലായിടത്തും അംഗീകൃതമായിട്ടുള്ള ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് HACCP കൺസിഡർ ചെയ്യുന്നത്. സോ HACCPക്ക് എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട്? ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെയിൻലി 7 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഓക്കെ, മെയിൻലി 7 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഈ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. എന്നിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ചാണ് പഠിക്കുന്നത്. സോ ആദ്യത്തേത് എന്താണ്? ഹസാർഡ് അനാലിസിസ്. കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്. അപ്പം നമ്മൾ ഒരു പാസ്ചറൈസേഷൻ അറിയാലോ എല്ലാവർക്കും. അപ്പം പാലിനകത്തുള്ള പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഈ മൊത്തം HACCP പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടെത്തുന്നത്? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കഥ പോലെ ഇത് ഓർമ്മയുണ്ടാവും. സോ എന്താണ്?
കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ഏതൊരു സ്റ്റേജിലും, അതായത് ഒരു മിൽക്കിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മിൽക്കിന്റെ എന്താണ് പശുവിന്റെ അകിടിൽ നിന്ന് പാല് കറന്നെടുക്കുന്നത് മുതൽ കൺസ്യൂമറിന്റെ ടേബിളിൽ എത്തുന്നത് വരെയുള്ള എൻറ്റയർ പ്രോസസ്സിൽ എന്തൊക്കെ ഹസാർഡുകൾ വരാം എന്ന്, ഓരോ സ്റ്റേജിലും എന്തൊക്കെ റിസ്കുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അപ്പൊ അതിനകത്തൊരു പ്രധാന പ്രശ്നമാണ് എന്ത്, ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ, സാൽമോണല്ല അല്ലെങ്കിൽ ഈക്കോള എന്നിവയുടെ പ്രസൻസ് റോ മിൽക്കിൽ ഡ്യൂ ടു ഇൻആഡിക്വേറ്റ് ഹീറ്റിംഗ്. അതായത് നമുക്കറിയാം പാലെന്ന് പറയുന്നത് ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് കൊമോഡിറ്റി ആണ്. അപ്പൊ അതിനകത്ത് മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോ എന്താണ്, ഇങ്ങനത്തെ മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവാം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഇൻആഡിക്വേറ്റ് ആയിട്ടുള്ള ഹീറ്റിംഗ് മൂലമാണ്. അങ്ങനെ നമ്മൾ എന്താണ്, ഒരു ഹസാർഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനത്തെ മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവാമെന്ന്. അടുത്ത സ്റ്റെപ്പാണ് ടു ഡിറ്റർമൈൻ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് അഥവാ CCP. ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ മൊത്തം പ്രോസസ്സിൽ ഏത് സ്റ്റെപ്പിൽ വെച്ച് എനിക്ക് ഇതിനെ തടയാം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പാണ് എന്ന് നോക്കാം. അപ്പൊ എന്താണ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമുക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്യാം, ഈ ഒരു ഹസാർഡിനെ നമുക്ക് ഓവർകം ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു സംഭവമാണ് പാസ്ചറൈസേഷൻ. എന്താണ്, സോ വി ക്യാൻ ഐഡന്റിഫൈ പാസ്ചറൈസേഷൻ സ്റ്റെപ്പ് ഇറ്റ്സെൽഫ് ആസ് എ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് എ സ്പെസിഫിക് പോയിന്റ് വെയർ ഹീറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എലിമിനേറ്റ് ദോസ് ഡേഞ്ചറസ് ബാക്ടീരിയ. അപ്പൊ നമ്മൾ കണ്ടെത്തിയ ഹസാർഡ് ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയനെ നശിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പാസ്ചറൈസേഷൻ ആണ്. അതാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, എസ്റ്റാബ്ലിഷിംഗ് ക്രിട്ടിക്കൽ കൺട്രോൾ ലിമിറ്റ്. അപ്പൊ നമുക്കറിയാം പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അപ്ലൈ ചെയ്താണ്. അങ്ങനെ ഹീറ്റ് അപ്ലൈ ചെയ്താൽ ബാക്ടീരിയനെ കില്ല് ചെയ്യാന്ന് നമുക്കറിയാം. അതാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, പാസ്ചറൈസേഷൻ. ഇനി അതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്ര ഹീറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്താൽ ബാക്ടീരിയയെ നശിപ്പിക്കാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ്റ്റാബ്ലിഷ് ക്രിട്ടിക്കൽ ലിമിറ്റ്സ്. സോ യു സെറ്റ് എ സ്പെസിഫിക് റിക്വയർമെന്റ് അറ്റ് ദാറ്റ് CCP such as heating the milk to exactly 72 degrees Celsius for 15 seconds to ensure all target pathogens are killed. അപ്പോ 72 degrees Celsius 15 seconds എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വെച്ചു. അത് ആ ഒരു കണ്ടീഷനിൽ കൃത്യമായ പാസ്ചറൈസേഷൻ നടക്കാൻ ആവശ്യമായ ടെമ്പറേച്ചറും ടൈമുമാണ്. ഈ ടെമ്പറേച്ചറും ടൈമും കൃത്യമായി അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ എന്താണ്, പാസ്ചറൈസേഷൻ പല രീതിയിലുണ്ടല്ലേ. പക്ഷെ ഒരു വലിയ മിൽക്ക് പ്ലാന്റ് അല്ലെങ്കിൽ വലിയൊരു ഡയറി പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുതലായിട്ടും ചെയ്യുന്നതാണ് ഈ HTST പാസ്ചറൈസേഷൻ, അതായത് 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്സ് വെച്ചിട്ടാണ് പാസ്ചറൈസേഷൻ നടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു, ക്രിട്ടിക്കൽ ലിമിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ ഈ ഫിഗർ മനസ്സിലുണ്ടായിരിക്കണേ. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ലിമിറ്റും ഡിറ്റർമൈൻ ചെയ്തു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, എസ്റ്റാബ്ലിഷ് ദ മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പം അടുത്തത് എന്താണ്, മോണിറ്റർ ചെയ്യണം ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്, ഓട്ടോമേറ്റഡ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട്. അതായത് ഇങ്ങനെ പാല് വലിയ പ്ലാന്റുകൾ വലിയ പൈപ്പ് ലൈൻ വഴി ഒഴുകി പാസ്ചറൈസേഷനിലേക്ക് പോവാണല്ലേ. അപ്പൊ ടൺ കണക്കിന് പാലാണ് പോകുന്നത്. ഈ പാല് എല്ലാം 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തെർമോമീറ്റർ ഇട്ട് ചൂടായോ എന്ന് നോക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അത്രയും പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ എന്തുണ്ട്, ഓട്ടോമാറ്റിക് സെൻസേഴ്സ് ഉണ്ട്. നമ്മൾ പറയുന്നത് ലാർജ് ഡയറി പ്ലാന്റിന്റെ കാര്യമാണ്. അപ്പൊ അവിടെ എന്തുണ്ട്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ എന്താണ്, ഫ്ലോ മീറ്റേഴ്സും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു കണ്ടിന്യൂസ്ലി ട്രാക്ക് ദ ഹീറ്റ് ആൻഡ് സ്പീഡ് ഓഫ് മിൽക്ക്. അപ്പം ആ പാലിന്റെ ചൂടിനെയും ആ പാല് ഫ്ലോ ചെയ്യുന്ന സ്പീഡിനെയും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് 72 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്തോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും എന്തുണ്ട്, അവിടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ സെൻസേഴ്സും ഫ്ലോ മീറ്റേഴ്സും ഉണ്ട്. അപ്പൊ അതാണ് മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സിൽ വരുന്നത്. ഇനി കറക്റ്റീവ് ആക്ഷൻസ് ഇൻ കേസ് 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്സ് അറ്റൈൻ ചെയ്തില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്യണം അല്ലെ. കാരണം ആ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം, അല്ലാതെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടല്ല. കാരണം ഇറ്റ് ഇസ് എ പ്രിവെന്റീവ് സിസ്റ്റം. ഓക്കെ, പ്രിവെന്റീവ് അപ്രോച്ച് ആണ്. അപ്പൊ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യണം. എങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും, യു ഡിഫൈൻ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ബിലോ 72 ഡിഗ്രി സെൽഷ്യസ്. For example, the system will automatically divert
the underheated milk back to the raw storage tank so it cannot enter the packaging line. അപ്പോൾ ഒരു തുള്ളി പാല് പോലും പാസ്ചറൈസേഷന് വിധേയമാവാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഈ ടെമ്പറേച്ചർ സെൻസേഴ്സ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ 72°C അറ്റൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ പാലിനെ നേരെ തിരിച്ചു വിടും. എങ്ങോട്ട്? സ്റ്റോറേജ് ടാങ്കിലേക്ക് തിരിച്ചു വിടും. തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഫ്ലോ ഡൈവർജൻസ് വാൽവുകളുണ്ട്. എന്തുണ്ട്? ഫ്ലോ ഡൈവർജൻസ് വാൽവുകളുണ്ട്. ഫ്ലോ ഡൈവർജൻസ് വാൽവുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫ്ലോ ഡൈവർജൻസ് വാൽവുകൾ എന്ത് ചെയ്യും? ഈ കൃത്യമായ പാസ്ചറൈസേഷന്റെ ടെമ്പറേച്ചറും ടൈമും അറ്റൈൻ ചെയ്യാത്ത പാലിനെ തിരിച്ചുവിടും. അപ്പം എങ്ങോട്ട്? സ്റ്റോറേജ് ടാങ്കിലേക്ക് തിരിച്ചുവിടുന്നു. വീണ്ടും അത് പാസ്ചറൈസേഷന് വിധേയമാകുന്നു. കൃത്യമായ പാസ്ചറൈസേഷൻ നടന്നതിന് ശേഷം മാത്രമേ ഇതിനെ പാക്കേജിങ്ങിലേക്ക് വിടുകയുള്ളൂ. അല്ലെങ്കിൽ വലിയ ലോസ് ആയിരിക്കും. കാരണം ടൺ കണക്കിന് പാലല്ലേ. അപ്പൊ കുറച്ച് പാലെങ്കിലും പാസ്ചറൈസേഷന് വിധേയമായില്ലെങ്കിൽ അതിനെ പാക്ക് ചെയ്ത് അതിനെ ഒരു ബാച്ചാക്കി നമ്മൾ വിട്ടു. അതിലെവിടെ വേണമെങ്കിലും മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകും. ഇങ്ങനെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടായാൽ ആ എൻറ്റയർ ബാച്ച് തിരിച്ചു വിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ വലിയ ഹ്യൂജ് ലോസ് ഉണ്ടാകാം. ഹ്യൂമൻ ബീയിങ്സ് അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു സൊസൈറ്റിയെ തന്നെ ബാധിക്കാം, അല്ലെ? വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു തുള്ളി പാല് പോലും കൃത്യമായ പാസ്ചറൈസേഷന് വിധേയമാകാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഫ്ലോ ഡൈവർജൻസ് വാൽവുകളുണ്ട്. ഇവർ ഇതിനെ തിരിച്ചു വിടുന്നു. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കറക്റ്റീവ് ലിമിറ്റ്. ഓക്കെ, കറക്റ്റീവ് ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന അതാണ്. ഇനി നമ്മൾ ഈ കൃത്യമായിട്ട് ഈ കറക്റ്റീവ് മെഷർ ഒക്കെ എടുത്തു, പക്ഷെ അതിനെ വെരിഫൈ ചെയ്യണം, അല്ലെ? കൃത്യമായി നമ്മൾ പാസ്ചറൈസേഷൻ നടത്തിയത് മൂലം മൈക്രോ ഓർഗാനിസംസ് നശിച്ചു പോയോ എന്ന് വെരിഫൈ ചെയ്യണം. അതിനുള്ള സ്റ്റെപ്പാണ് 6ാമത്തെ സ്റ്റെപ്പ്, എസ്റ്റാബ്ലിഷ് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. You periodically test the final milk product for microbial safety and calibrate your temperature sensors to confirm that the system is performing correctly and consistently. അപ്പോൾ ഈ സിസ്റ്റം കറക്റ്റ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഫൈനലി നമ്മൾ ഈ പാലിനെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റാൻഡം ആയിട്ട് ഒരു പാലിന്റെ പാക്കറ്റ് പിക്ക് ചെയ്ത് അതിന് മൈക്രോബിയൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ സെൻസേഴ്സിനെയൊക്കെ കാലിബ്രേറ്റ് ചെയ്തിട്ട് കൃത്യമായി വെരിഫൈ ചെയ്യണം ഇത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാതെയാണ് എന്താണ് സമൂഹത്തിൽ അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൃത്യമായ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് വേണം. ഇനി അടുത്തത് നോക്കൂ. ഫൈനലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഇതിനൊരു തെളിവ് വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ വേണം. എന്ത് വേണം? റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ വേണം. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. So you maintain daily logs of the temperature sensor readings and maintenance checks, providing evidence that the milk was safely pasteurized according to your established limits. അപ്പോൾ ഈ 72°C 15 seconds അറ്റൈൻ ചെയ്തിട്ടുണ്ടോ, ആ എസ്റ്റാബ്ലിഷ്ഡ് ലിമിറ്റ്സ് റീച്ച് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ, വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ടെമ്പറേച്ചർ സെൻസേഴ്സിന്റെ റീഡിങ്ങും മറ്റ് മെയിൻ്റനൻസ് ചെക്കുകളും ഒക്കെ കൃത്യമായി ലോഗ് ചെയ്ത് വെച്ചിരിക്കണം. കൃത്യമായ റെക്കോർഡ് ആൻഡ് ഡോക്യുമെന്റേഷൻ നടന്നിരിക്കണം. അപ്പോ ഇത്രയുമാണ് HACCP ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്നുള്ളതാണ് ഇതിന്റെ അബ്രിവേഷൻ എന്ന് ഓർത്തിരിക്കണം. 7 പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന് ഓർത്തിരിക്കണം. ഈ സ്റ്റെപ്പുകൾ ഓർഡറിൽ പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഓർഡർ തെറ്റിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ ഓർഡറിൽ പഠിച്ചിരിക്കണം. ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ചത് നിങ്ങളുടെ മനസ്സിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇതിന്റെ കഥ മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്താണ് ഓരോ സ്റ്റെപ്പിലും നടക്കുന്നത്. ഇത് പാസ്ചറൈസേഷന്റെ കേസിൽ മാത്രമല്ല, ഏതൊരു ഹസാർഡ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാകും. അപ്പൊ ഈ സ്റ്റെപ്പുകൾ ഞാൻ ഈ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ഏകദേശം ബൈഹാർട്ടാക്കി പഠിക്കുക. ഇതിന്റെ ഓർഡർ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് ഈ പാസ്ചറൈസേഷൻ എന്ന എക്സാമ്പിൾ വെച്ച് ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ അടുത്ത നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്റ്റ് കാറ്റഗറീസ് ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ. അപ്പൊ ഇതിൽ ഏതൊക്കെ കൊമോഡിറ്റീസ് ആണ് അക്മാർക്ക് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഓപ്ഷൻ ബി ഡയറി പ്രോഡക്ട്സ് സച്ച് ആസ് ghee and butter, pulses, spices and honey, and option C automobile spare parts, and option D is ടെക്സ്റ്റൈൽ ആൻഡ് ഫാബ്രിക്സ്. അപ്പോൾ അക്മാർക്ക് എന്ന് പറയുന്നത് എന്തിന്റെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡയറി പ്രോഡക്ട്സ് ലൈക്ക് ghee and butter, പൾസസ്, സ്പൈസസ് ആൻഡ് ഹണിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെ? ഭക്ഷണവുമായിട്ടല്ലേ? അപ്പൊ ഇത് ഓർത്തിരിക്കുക. സോ ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഇനി അക്മാർക്കിനെ കുറിച്ച് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അക്മാർക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ where is the Central Akmark Laboratory CAL located?
ഇങ്ങനത്തെ ചോദ്യവും വരാൻ കേട്ടോ. കാരണം ഡയറി സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാബുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് കേരളത്തിലുള്ളതും അല്ലെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് എവിടെയാണെന്നൊന്ന് നോക്കി പോകണം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്തതാണ്, പക്ഷെ നിങ്ങൾ എല്ലാത്തിൻ്റെയും കേസിൽ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ എക്സാമുകളൊക്കെ ഇടുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാം. അപ്പോൾ കുറച്ചൊക്കെ സ്ഥലങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സെൻട്രൽ അക്മാർക്ക് ലബോറട്ടറി എവിടെയാണെന്ന് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ CAL എന്നായിരിക്കാം കൊടുക്കുന്നത്. സെൻട്രൽ അക്മാർക്ക് ലബോറട്ടറി CAL എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി നാഗ്പൂർ, ഓപ്ഷൻ ഡി ബംഗളൂരു. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി നാഗ്പൂർ ആണ്. നാഗ്പൂരാണ് എന്തുള്ളത്? സെൻട്രൽ അക്മാർക്ക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ അക്മാർക്ക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗ്പൂരിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മള് അക്മാർക്കിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാണ്. അക്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചറൽ മാർക്കാണ്. എന്താണ്? അഗ്രികൾച്ചറൽ മാർക്കാണ്. സോ ഇറ്റ് ഈസ് എ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മാർക്ക് യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ കോമഡിറ്റീസ്. അപ്പോൾ കൃഷി ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെജിറ്റബിൾസ്, ഫുഡ്, അല്ലെങ്കിൽ എന്താണ് മറ്റ് ഇപ്പൊ ഹണി, സ്പൈസസ്, പിന്നെ പാലിന്റെ പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഗീക്കും ബട്ടറിനുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് അക്മാർക്ക് എന്ന് പറയുന്നത്. ഇതിന് എന്തിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി സ്റ്റാൻഡേർഡ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മാർക്ക്, ഒരു സർട്ടിഫിക്കേഷൻ മാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പണ്ട് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇപ്പം FSSAI ആണ് കൂടുതൽ മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ അത്ര മാൻഡേറ്ററി പണ്ടും അല്ലായിരുന്നു, വോളണ്ടറി ആയിരുന്നു. പക്ഷെ അക്മാർക്ക് ഇല്ലെങ്കിലും FSSAI ലൈസൻസ് ഉണ്ടെങ്കിൽ അപ്രൂവ്ഡ് ആണ് ഇന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് 1937. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ നോക്കിക്കേ, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് 1937ന്റെ കീഴിലാണ് എന്ത് വന്നത്? അക്മാർക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മാർക്ക് വന്നത്. അപ്പൊ 1937 ആക്ട് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അക്മാർക്ക് അതിന്റെ സ്റ്റാൻഡേർഡുകളെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ DMI, ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ അഥവാ DMI ആണ് ഈ അക്മാർക്ക് സ്റ്റാൻഡേർഡുകളെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് വരുന്നത്. അതുപോലെ ഓർത്തിരിക്കേണ്ട കാര്യം, അക്മാർക്ക് എന്ന് പറയുന്ന ഒരു നിർബന്ധിത സർട്ടിഫിക്കേഷൻ അല്ല. ഇറ്റ് ഈസ് പ്യുവർലി വോളണ്ടറി. ഇറ്റ് ഈസ് എസെൻഷ്യലി വോളണ്ടറി ആണ്. എന്നാൽ പണ്ട് തൊട്ടേ പറയപ്പെടുന്ന അക്മാർക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ചില പ്രോഡക്റ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ബ്ലെൻഡഡ് എഡിബിൾ വെജിറ്റബിൾ ഓയില്, ഫാറ്റ് സ്പ്രെഡുകള്, ഗീ, ഹണി, സെസം ഓയിൽ അഥവാ എള്ളെണ്ണ മുതലായിട്ടുള്ളവയ്ക്ക് പൊതുവെ എന്താണ് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണെന്ന് പറയപ്പെടുന്നു. ഇപ്പൊ FSSAI ആണ്. FSSAIയുടെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും അംഗീകൃതമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനാണ് കിട്ടുക. എന്നാലും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ ജനറലി മാൻഡേറ്ററി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ എന്നാലും മറ്റു കേസുകളിൽ എന്താണ് വോളണ്ടറി ആണ് അല്ലെങ്കിൽ നിർബന്ധിതമല്ല എന്ന് ഓർത്തിരിക്കുക. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ്സിൽ നിൽക്കുന്ന ആൾക്കാർ അക്മാർക്ക് സർട്ടിഫിക്കേഷനും കൂടെ എടുത്തു വെക്കും. കാരണം അവരുടെ പ്രോഡക്റ്റ് അത്രയും അതിന്റെ പ്യൂരിറ്റിയും സ്റ്റാൻഡേർഡ്സും ഇത്രയും ഉണ്ടെന്ന് ഉറപ്പുവരുത്താനും ഒരു കൺസ്യൂമേഴ്സിന്റെ വിശ്വാസ്യത നേടാനും ഇൻ കേസ് ഫോർ എക്സ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു എന്താണ് ഒരു ബലമാണ് അല്ലെ. കുറച്ചും കൂടെ എന്റെ പ്രോഡക്റ്റിന് അത്രയും നല്ലതാണ്, അടിപൊളിയാണെന്ന് ഉറപ്പുവരുത്താനുള്ള എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് അക്മാർക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇനി ഈ അക്മാർക്കിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ക്വാളിറ്റി അഷ്വറൻസ്. It provides a third party guarantee that the produce has been tested and meted specific standards. അതായത് ഒരു പ്രോഡക്റ്റ് ഇപ്പൊ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ പ്രോഡക്റ്റ് അതിന്റെ പ്യൂരിറ്റി, മോയ്സ്ചർ കണ്ടന്റ്, സൈസ്, കളർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ക്വാളിറ്റി കൃത്യമായ രീതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അഷ്വർ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ് ആർക്കുണ്ട്? നമ്മളുടെ അക്മാർക്കിനുണ്ട്. അതുപോലെ തന്നെ ഗ്രേഡിങ്. ഇപ്പൊ അഗ്രികൾച്ചറൽ കൊമോഡിറ്റീസിന് ചിലതിന് എന്താണ് ഡിഫറെന്റ് ഗ്രേഡുകൾ കൊടുക്കും.
ഇപ്പോൾ നമ്മളിപ്പം ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടി പറയുവാണേ, നമ്മളിപ്പോൾ ചില കടകളിൽ ചെന്ന് ആപ്പിൾ വാങ്ങുവാൻ ചെന്നെന്ന് വെച്ചോ, ഇത് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ അല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. അപ്പം പല ടൈപ്പ് ഓഫ് ആപ്പിൾ ഉണ്ടാകും, പല വിലയായിരിക്കും. അപ്പം എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ കാഷ്യൂനട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി കാഷ്യൂനട്ടിന് കുറച്ചുകൂടെ വിലയായിരിക്കും. നമ്മൾ ലോക്കലി കിട്ടുന്ന കാഷ്യൂനട്ടിന് അത്ര വില ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഓരോ സാധനത്തിനും അതിന്റെ ഗ്രേഡിംഗ് അനുസരിച്ച്, അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അവിടെ ഒരു ഗ്രേഡിംഗ് വരുന്നുണ്ട് അല്ലേ. ഇപ്പം റൈസ് അങ്ങനെ ഓരോന്നിനും അതിന്റെ ബ്രീഡ് അനുസരിച്ച്, അതിന്റെ സ്റ്റോറേജ് അനുസരിച്ച്, അതിന്റെ എന്താണ് അതിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ അനുസരിച്ച് ഒക്കെ എന്താണ് ഗ്രേഡിംഗ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഗ്രേഡിംഗ് വരുന്ന പാലിനും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എന്താണ് ട്രാൻസ്പെറന്റ് പ്രൈസിങ്ങിന് ഇത് നല്ലതാണ്, ഈ ഒരു ഗ്രേഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. പിന്നെന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് ഫ്രം അഡൾട്രേഷൻ. ഒരു രീതിയിലുള്ള അഡൾട്രേഷനും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ അക്മാർക്ക് സർട്ടിഫിക്കേഷൻ നല്ലതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഹെവി മെറ്റൽസ്, അല്ലെങ്കിൽ എന്തെങ്കിലും അലൗഡ് അല്ലാത്ത ഫുഡ് കളേഴ്സ്, എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡൽ റെസിഡ്യൂസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ യൂറിയ ആഡ് ചെയ്യും, സ്റ്റാർച്ച് ആഡ് ചെയ്യും, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അഡൾട്രേഷൻ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് മാർക്കറ്റ് ഫെസിലിറ്റേഷൻ. എന്തൊക്കെയാണ്? ഹെൽപ്സ് ഫാർമേഴ്സ് fetch better price for quality produce and aids international standard and export. അപ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എൻ്റെതെന്ന് സ്ഥാപിക്കാനും അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അക്മാർക്ക് സർട്ടിഫിക്കേഷൻ വേണം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഫെയർ പ്രൈസിങ് കിട്ടും. അതുപോലെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിങ്ങിന് ഒക്കെ എന്താണ് ഒരു നല്ല കാര്യമാണ് അല്ലെ. ഇങ്ങനെ എൻ്റെ സംഭവം ഇത്രയും ക്വാളിറ്റി അഷ്വേർഡ് ആണ് എന്ന് പറയുന്നത് വഴി അതിന്റെ എക്സ്പോർട്ട് സാധ്യതകളൊക്കെ വർദ്ധിക്കുന്നു. പിന്നെ എന്താണ് ദ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ മെയിൻറ്റെയിൻസ് എ നെറ്റ്വർക്ക് ഓഫ് 11 regional Akmark laboratories across India, supported by the Central Akmark Laboratory in Nagpur, which serves as the Apex institution. അപ്പോൾ അക്മാർക്കിന്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാം ത്തിന്റെയും മുകളിൽ വരുന്നതാണ് CAL അഥവാ സെൻട്രൽ അക്മാർക്ക് ലബോറട്ടറി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നാഗ്പൂരിലാണെന്ന്. ഇത് കൂടാതെ 11 റീജിയണൽ അക്മാർക്ക് ലബോറട്ടറീസ് കൂടി ഇന്ത്യയിലുടനീളമുണ്ട്. RAL അഥവാ റീജിയണൽ അക്മാർക്ക് ലബോറട്ടറീസ് എത്ര എണ്ണമുണ്ട്? 11 എണ്ണമുണ്ട്. ഒരെണ്ണം കൊച്ചിയിലും ഉണ്ട്. ഹണി, സ്പൈസസ് മുതലായവയാണ് മെയിൻലി അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കണേ. സോ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. What was the theme of World Food Safety Day observed June 7, 2026? ഓക്കെ, അപ്പം ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ജൂൺ 7, 2026 എന്ത് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. ഈ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയുടെ തീം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഇങ്ങനെയും ചോദ്യം വരാം. ഓക്കെ, അപ്പം മിൽക്ക് ഡേയുടെ തീം, ഫുഡ് സേഫ്റ്റി ഡേയുടെ തീം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വേണം. കറണ്ട് അഫയേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് 2 or 3 മാർക്കിന്. ഓക്കെ, അത് ഓർമ്മയിലുണ്ടായിരിക്കണേ. സോ ഓപ്ഷൻ എ ഫുഡ് സേഫ്റ്റി ഈസ് എവ്രിവൺസ് ബിസിനസ്. ഓപ്ഷൻ ബി സേഫർ ഫുഡ് ബെറ്റർ ഹെൽത്ത്. ഓപ്ഷൻ സി ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ് സേഫ് ഫുഡ് എവ്രിവെയർ. ഓപ്ഷൻ ഡി ഗ്രോ ഇറ്റ് സേഫ് കീപ് ഇറ്റ് സേഫ്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ സേഫ് ഫുഡ് എവ്രിവെയർ. ഓക്കെ, ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ സേഫ് ഫുഡ് എവ്രിവെയർ. അപ്പൊ ഈ ഫുഡ് ബോൺ ഇൽനെസ്സും അങ്ങനത്തെ ബർഡൻസ് ഒക്കെ എങ്ങനെ നമുക്ക് കൃത്യമായ രീതിയിൽ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാമെന്നും എങ്ങനെ നമുക്ക് അതിനെയൊക്കെ ഒഴിവാക്കി സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാമെന്നും ഒക്കെ ഉള്ളൊരു തീമാണ്. അപ്പൊ അങ്ങനെ ബർഡൻ ടു സൊല്യൂഷൻസ്, കൃത്യമായ പ്രാക്ടിക്കൽ സൊല്യൂഷൻസിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം നൽകുന്ന ഒരു തീമായിരുന്നു നമ്മളുടെ ഫുഡ് സേഫ്റ്റി ഡേ, വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ 2006 തീം എന്ന് പറയുന്നത് ജൂൺ 7 എന്ന് കൂടെ ഓർത്തിരിക്കുക. ഇനി 2025 ഇവരുടെ തീമും കൂടെ ഓർത്തിരിക്കുക. ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. സോ ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നതായിരുന്നു 2025 തീം. നിങ്ങൾ ഓരോ തീം പഠിക്കുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യം, ഏതൊരു ഇതിന്റെ മിൽക്ക് ഡേ ആയിക്കോട്ടെ, ഫുഡ് സേഫ്റ്റി ഡേ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ 2026 ഇപ്പൊ എക്സാം നടക്കുന്നതെങ്കിൽ 25-ന്റെയും 26-ന്റെയും പഠിച്ചിട്ട് പോവാ കേട്ടോ. 25-ന്റെയും 26-ന്റെയും പഠിച്ചിട്ട് പോവാ. അതുകൊണ്ടാണ് അഡീഷണലി അതുകൂടെ പറഞ്ഞത്. അപ്പോൾ എന്താണ് സയന്റിഫിക് റിസർച്ച് വഴി, അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് വരുന്നത് വഴി, അല്ലെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസ് വഴി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഫുഡ് സേഫ്റ്റിയെ കുറച്ചും കൂടെ നല്ല രീതിയിൽ എൻഷുർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ആശയമായിരുന്നു 2025 ഫുഡ് സേഫ്റ്റി ഡേക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആകെ 6 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്നാൽ അതിനോടൊപ്പം
ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ കൂടി കേൾക്കുക. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്നാണ് നമ്മളിങ്ങനെ റാൻഡംലി ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും തരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ ഒന്നും കൂടെ എടുത്ത് കാണണേ. കാരണം ചിലപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു മിനിസ്റ്ററുടെ പേര്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പുണ്യ മാമിന്റെ പേര് പറഞ്ഞില്ലേ, അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ മാറാം. എപ്പോൾ വേണമെങ്കിലും ഈ പേഴ്സണാലിറ്റീസ് മാറാം അല്ലെ. ഇപ്പം ഭരണം മാറിയപ്പോൾ, മന്ത്രിസഭ മാറിയപ്പോഴൊക്കെ മിനിസ്റ്റർ മാറിയില്ലേ. അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ പുതിയ അമെൻമെന്റ്സ് വരാം. അതൊക്കെ എന്താണ് കറണ്ട് അഫയേഴ്സിനെ ബാധിക്കും. അപ്പൊ കറണ്ട് അഫയേഴ്സ് പുതിയ സാധനങ്ങൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു എക്സാമിനോടനുബന്ധിച്ച് ഇതൊക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുക കൂടെ ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് ഇപ്പം നമ്മൾ എലാബറേറ്റ് ആയിട്ടുള്ള ക്ലാസ് അല്ലേ പഠിച്ചിട്ട് പോയത്. അപ്പൊ അതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാമെന്ന് മനസ്സിലാക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് കിട്ടും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയും കൂടെ കിട്ടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.